ഒരു ടൈമിൽ നമ്മളെ മലയാളം ഇൻഡസ്ട്രി ഭയങ്കര ഡൗൺ ആയിരുന്നു. പെട്ടെന്ന് കുറച്ച് സിനിമകൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മളെല്ലാ ഡയറക്ടേഴ്സായാലും എല്ലാവർക്കും മനസ്സിലായി ഒരു കോമ്പറ്റീഷൻ തന്നെ, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ആ വന്നിരുന്ന ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ വന്നത് നമ്മുടെ കോവിഡിൻ്റെ സമയത്താണ്. അന്ന് ആളുകൾ വീട്ടിലിരുന്ന് സിനിമകൾ കാണുന്നുണ്ട്. ഒരു പടം 2-3 സിനിമകൾ കാണുന്ന അവസ്ഥയെത്തി. നമ്മൾ എല്ലാവിധ സിനിമകളും വേണം, അല്ലാതെ ഇന്ന സിനിമ മാത്രം അങ്ങനെയൊന്നുമില്ല. ഈ ജോൺറർ സിനിമകളുടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മളുടെ ടേസ്റ്റാണ്. ഒരു കൗബോയ് സിനിമ പോലത്തെ ഒരു സിനിമ വരുന്നത് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഒരു ഹൊറർ സിനിമ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അങ്ങനെ ഒരു ക്രൗഡ് വലുതായി വരുന്നുണ്ട്. ഇപ്പോൾ ഗഗനചാരി പോലത്തെ സിനിമയാണെങ്കിലും ഈ ക്രൗഡ് വലുതാവും തോറും മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. മലയാളത്തിൽ നിന്ന് 4 സ്ത്രീ സംവിധായകരുടെ സിനിമ IFFK പോലൊരു കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ടാണ്. IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം തന്നെ ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ വഴി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ടായിരത്തി 2024 എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വർഷമാണ്. ഒരുപാട് കൊമേഴ്ഷ്യൽ ഹിറ്റുകളുണ്ട്, അതേപോലെ തന്നെ നല്ല സിനിമകൾ വന്നു. ഈ 2024 ഈ ഒരു കൊമേഴ്ഷ്യൽ മാറ്റത്തെ നിങ്ങളെങ്ങനെയാണ് നോക്കിയാണെന്ന്? കുറച്ചും കൂടി സിനിമ ആളുകളിലേക്ക് എത്തിയല്ലോ, പുറത്തേക്കും അതേപോലെ തന്നെ കൂടുതൽ കോടി ക്ലബ്ബുകളും ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ്? പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു ടൈമിൽ നമ്മളെ മലയാളം ഇൻഡസ്ട്രി ഭയങ്കര ഡൗൺ ആയിരുന്നു. പെട്ടെന്ന് കുറച്ച് സിനിമകൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മളെല്ലാ ഡയറക്ടേഴ്സായാലും എല്ലാവർക്കും മനസ്സിലായി ഒരു കോമ്പറ്റീഷൻ തന്നെ, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ആ വന്നിരുന്ന ടൈമിൽ. നമ്മൾ അത്രയും ഒരു ഡൗൺ ആയ ടൈമിൽ പെട്ടെന്ന് കയറി വന്നപ്പോൾ നമ്മളെ മലയാളം ഇൻഡസ്ട്രി തന്നെ മാറി. ഇപ്പോൾ എനിക്ക് ടോപ്പിൽ തന്നെ നമ്മളെ ഇൻഡസ്ട്രി വന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം ആളുകൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള മൂവീസ് പറയുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഈ മൂവിയിൽ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ മൂവീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മൾ എല്ലാവിധ സിനിമകളും വേണം, അല്ലാതെ ഇന്ന സിനിമ മാത്രം അങ്ങനെയൊന്നുമില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളും സിനിമ വരികയാണ്. അപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ പ്രയാസങ്ങൾ, അവിടുത്തെ സമരങ്ങൾ, പോരാട്ടങ്ങൾ, അതിജീവനത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കാണും. അവിടുത്തെ കൾച്ചർ എന്താണെന്ന് ഇതെല്ലാം നമ്മുടെ ഭാഷയിൽ സിനിമ ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു സമാന്തരമായിട്ടുള്ളൊരു സിനിമയും കൂടിയാണല്ലോ. സിനിമ ഒരേ സമയത്ത് തന്നെ ബിസിനസ്സുമാണ്, കലയുമാണ്. പക്ഷേ ഇവിടെ ബിസിനസ് എന്നതിലപ്പുറം കുറേയും കൂടി ആർട്ടിന് മുൻതൂക്കം കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 2 തരത്തിലും ചെയ്യണം. ഇവിടെ ഈ IFFKയിലൊക്കെ ഇതുപോലത്തെ സിനിമകൾ ചെയ്യുന്നവർ തന്നെ അവരൊരു കരിയർ, ഒരു ഫിലിം മേക്കർ ആകുമ്പം വലിയ കൊമേഴ്സ്യൽ സിനിമകൾ ചെയ്യാനുള്ളൊരു പ്രാപ്തിയും കൂടി നേടണം. കാരണം എങ്കിൽ മാത്രമേ അവർക്കും ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ ഫിലിം മേക്കർ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മലയാളം സിനിമ എന്നുള്ളതല്ല, ഇപ്പോൾ നമ്മൾ മ്യൂസിക് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഈ റാപ്പിൻ്റെ ഒരു വരവുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഒരു ക്ലാസിക്കൽ എന്നല്ല, നമ്മളതിൽ ഇത് ഇപ്പോൾ ഒരു പുതിയ റാപ്പ് നല്ലൊരു തുറന്ന് പറച്ചിലിനൊരു കാലഘട്ടം ഉണ്ട്. ഒരു റോനെസ് അല്ലെങ്കിൽ വളരെ റിയലായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയാമെന്നുള്ളൊരു ആ ഒരു പറച്ചിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റവും സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചുരുളി ഒക്കെ നമുക്ക് കണ്ടറിയാം, അങ്ങനത്തെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ ഏതായാലും ഒരു ന്യൂ വേവിൻ്റെ ഒരു ഭാഗമാവുന്നൊരു പടമായിരിക്കും എന്നാണ് എൻ്റെയും നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് വളരെ സ്വീകാര്യത ഉണ്ട്. അതിന് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഏത് ടൈപ്പ് പടങ്ങളായാലും. പിന്നെ ഒരു ക്രിറ്റിസിസം ഉണ്ടാവും, അതതിൻ്റെ ഭാഗമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ വന്നത് നമ്മുടെ കോവിഡിൻ്റെ സമയത്താണ്. അന്ന് ആളുകൾ വീട്ടിലിരുന്ന് സിനിമകൾ കാണുന്നുണ്ട്. ഒരു പടം 2-3 സിനിമകൾ കാണുന്ന അവസ്ഥയെത്തി. അപ്പോൾ ആ സമയത്ത് എംസോൺ പോലുള്ള ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ സഹായിച്ചു. അപ്പോൾ അന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല നിലവാരത്തിലുള്ള ഫിലിമുകളും പരിചയപ്പെട്ടു. എല്ലാവരും അല്ല, കുറേ ആളുകൾ, എല്ലാ സാധാരണക്കാർ വരെ. അതൊരു വലിയ മാറ്റം മലയാള സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കിഷ്കിന്ധേകാണ്ട് അടക്കമുള്ള ഫിലിമുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ഹിറ്റായത്. പണ്ട് അങ്ങനെ ഒരു ഫിലിം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. മലയാള സിനിമയിലെ മാറ്റം എന്ന് പറയുന്നത് സാധാരണ ഞാൻ ആസ് എ ഫിലിം ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ പെട്ടെന്ന് തോന്നിയൊരു മാറ്റം, പണ്ട് ഇത്രയധികം ജോൺറകൾ നമുക്ക് ശീലമില്ലാതെ പെട്ടെന്ന് അങ്ങ് റിജക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ അതിന് മൈലേജ് കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന് പറയുന്നതിനേക്കാളും ഇത് ഇങ്ങനൊരു ജോൺറാണ്, അത് കാണണം എന്നുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലത്തെ തിരുവനന്തപുരത്തെ കുറച്ച് ചെറുപ്പക്കാർ ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. അതുപോലെ തന്നെ ബ്രഹ്മയുഗം, ആട്ടം, ഇതെല്ലാം നമുക്കത് ഇഷ്ടപ്പെടാതെ ഇരിക്കാം.
ഈ ജോൺറ സിനിമകളുടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മളുടെ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു കൗബോയ് സിനിമ പോലത്തെ ഒരു സിനിമ വരുന്നു, അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഒരു ഹൊറർ സിനിമ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അങ്ങനെ ഒരു ക്രൗഡ് വലുതായി വരുന്നുണ്ട്. ഇപ്പോൾ ഗഗനചാരി പോലത്തെ സിനിമയാണെങ്കിലും ഈ ക്രൗഡ് വലുതാവും തോറും മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. ഇനിയും മാറേണ്ടത് ചിലപ്പോൾ ഈ ഫാമിലി ഡ്രാമ എന്നുള്ള സാധനത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അവർ കൂടെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, ഇത് പോയി കാണാം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ധൈര്യപൂർവ്വം അവരുടെ സിനിമകൾ ഫെസ്റ്റിവലിന് കൊണ്ടുവരികയും തിയേറ്ററിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ എത്തും. അതുതന്നെയാണ് മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം. അതൊരു 2026 ഒരുപക്ഷെ ഒരു വലിയ മാർക്കറ്റ് മലയാള സിനിമയ്ക്ക് ഇപ്പം മറ്റ് തമിഴ് തെലുങ്ക് പടങ്ങൾക്കുള്ളതുപോലെ ലോകമെമ്പാടും ഉണ്ടാവാനുള്ളൊരു സാധ്യതയും കൂടെ ഓപ്പൺ ആക്കിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെ പറയണം, മലയാളം സിനിമക്ക് ഞാൻ വന്നത് ബിക്കോസ് ഐ ഗോട്ട് വെരി ഇൻസ്പയർഡ് ബൈ മലയാളം സിനിമ. ലൈക്ക് തമിഴ് സിനിമ நல்ல சினிமா இல்லைன்னு சொல்லலை, பட் இதையும் படிக்கணும், இதுவும் வந்துட்டு நம்ம எங்கே ஃபீல் செய்யணும் தான் மலையாளம் சினிமாவுக்கு வந்து. அப்போது சவுத் இந்தியாவில் எங்கே சினிமா வந்துட்டு க்ரோ ஆகணுன்ட்டுன்னு പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് മാറുന്നുണ്ട്. ஏன்னா நம்ம பயங்கரമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുമാരി നമ്മളോട് ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ക്രിയേറ്റിവിറ്റി ടോട്ടലി ഡിഫറെൻറ്റ് എനിക്ക് தெரிஞ்சாയിരിക്കും. ലൈക്ക് ഇത് സ്റ്റുഡൻസോட ഒരു ക്രിയേറ്റിവിറ്റിன்னு சொல்லும்போது பிகாஸ் ஐ எம் the only non-Mallu in this gang and I started to learn Malayalam, talking Malayalam right now. அதுக்கு ரீசன் இவங்களாம் தான். ஸோ இவன் மாதிரி இல்லைങ്കിൽ நான் ഈ സിനിമ അകത്ത് കയറിയിട്ടുണ്ടാവില്ല. അതുവേ ഒരു ഡെവലപ്മെൻ്റ് അല്ലേ. സൗത്ത് ഇന്ത്യയിൽ ഒന്നൊരു ലാംഗ്വേജ് ഒരു കൊളാബറേഷൻ വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പടത്തിൽ വന്നിട്ട് ഒരു ചെറിയ അമൗണ്ട് എപ്പി ചൊല്ലു ഐ എം കോ പ്രൊഡ്യൂസർ ഇൻ ദിസ് film as well as like cameraman, like I am acted in a like small scene. I have acted in this film. அப்போ நினச்சி பாருங்க, the growth in this, it's growing. இந்த மாதிரி என் பர்சனல் growth நான் சொல்கிறேன். in the sense South India is growing in cinema industry as you told. ரொம்ப அழகாக it's growing. ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പം നമുക്കറിയാം, ഇപ്പം മലയാളത്തിൽ നിന്ന് 4 സ്ത്രീ സംവിധായകരുടെ സിനിമ IFFK പോലൊരു കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ടാണ്. IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ വഴി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം 52 സ്ത്രീ സംവിധായകരുടെ സിനിമ എന്നൊക്കെ പറയുമ്പം അതൊരു വലിയ മൊമെൻ്റ് തന്നെയാണ്. ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്ക് IFFK പോലുള്ളൊരു വേദി കിട്ടി എനിക്കിവിടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ വരുന്ന ഒരു നാടിന്, ഞാൻ കാസർഗോഡ് നിന്ന് എനിക്ക് തോന്നുന്ന ആദ്യത്തെ സ്ത്രീ സംവിധായകയാണ് ഞാൻ. ഒരു നാടിന് തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പലർക്കും ഇത് പ്രചോദനമാകും. കാരണം ഞങ്ങളിപ്പോൾ ഒരു സംഘം ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കാണ്ട് വന്ന് നമുക്ക് ഈ വേദിയിൽ എത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്കും അറ്റംപ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പ്രചോദിപ്പിക്കാൻ ഇതൊരു കാരണമാകുന്നുണ്ട്. അതേപോലെ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണ ചിത്രങ്ങൾ മറ്റ് ഈ സ്ഥിരം കാണുന്ന കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മേക്കിങ്ങിലല്ലാത്ത കണ്ടൻറ്റുകളല്ലാത്ത ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റുള്ള നല്ല ഫോമിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അതായത് ഒരു സിനിമയുടെ ക്വാളിറ്റി അതിൻ്റെ ബഡ്ജറ്റിലല്ല, അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കണ്ടൻറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോമാണെന്ന് വിളിച്ചു തോന്നുന്ന ചെറിയ ബഡ്ജറ്റുകളിൽ നിർമ്മിക്കപ്പെടുന്ന നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രിയിലും കാണാൻ പറ്റും. ഇപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിലൊരുപാട് സന്തോഷമുണ്ട്. ആ മാറ്റങ്ങൾ ഇനിയും തുടരുമെന്ന പ്രതീക്ഷയുണ്ട്.